മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കർക്കിടക മാസം രാമായണ മാസമാണ്. ഈ രാമായണ മാസം രാമായണം വായിച്ച് കുറേ കാര്യങ്ങൾ കേട്ടാൽ മാത്രം പോരാ. ഈ വർഷത്തെ രാമായണ മാസാചരണം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ മാനേജ്മെന്റ്, മനസ്സിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, ശരീരത്തെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, കുടുംബ ബന്ധം മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, സാംസ്കാരിക മൂല്യങ്ങൾ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, സമൂഹത്തിൻ്റെ ബന്ധം മാനേജ് ചെയ്യുന്നത്, രാഷ്ട്രത്തിൻ്റെ ഐക്യം, മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, ഈ 6 എണ്ണത്തെ എങ്ങനെയാണ് രാമായണത്തിലുള്ള പ്രധാനപ്പെട്ട 20 ചരിത്ര പുരുഷന്മാരെ കൈകാര്യം ചെയ്തത്, പ്രധാനപ്പെട്ട 20 ചരിത്ര പുരുഷന്മാർ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന് വളരെയധികം ഭക്തി ചേർക്കാതെ ഒരു മാനേജ്മെന്റ് രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ രാമായണ മാസാചരണത്തിൻ്റെ പ്രസക്തി അനുദിനം വളരുള്ളൂ എന്ന് മാത്രമല്ല, ഏത് തലമുറയിൽപ്പെട്ടവരും മാനേജ്മെന്റ് പ്രിൻസിപ്പിളുമായി ചേർന്നിട്ട് ഈ രാമായണം വിവരിക്കുമ്പോൾ നല്ല രീതിയിൽ അത് സ്വീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യും. വെറും ആത്മീയ ഗ്രന്ഥം മാത്രമായിട്ട് രാമായണത്തിനെ കണ്ടാൽ അത്ര താല്പര്യം ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് താല്പര്യമുണ്ടാക്കാനുള്ള എളുപ്പ വഴി അവരുടെ വേവ്ലെങ്ത്തിൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിളും ചേർത്ത് രാമായണം, വാൽമീകി രാമായണം അല്ലെങ്കിൽ അധ്യാത്മ രാമായണം കൊടുക്കാൻ സാധിക്കട്ടെ. ആത്മീയത വേണ്ട എന്നല്ല, അതിപ്രസരമില്ലാതെ ബാക്കി ഭൗതിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ സാധിച്ചാൽ വളരെയേറെ അത് പ്രയോജനപ്പെടുമെന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.